ഹരി വളരെ പ്രധാനമായ നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇപ്പോൾ ഈ തന്ത്രിമാരുടെ മൊഴിയെടുത്തതിൽ നിന്ന് ദേവസ്വം ബോർഡിന് തന്നെ കുരുക്കാവുന്ന ചില മൊഴികളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിമാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും SIT ചോദിച്ചറിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വേണ്ടി വന്നാൽ വീണ്ടും തന്ത്രിമാരെ നിന്നും മൊഴിയെടുക്കാൻ ആലോചനയുണ്ടോ അന്വേഷണ സംഘത്തിന്? അരുൺ, ഈ കേസിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ കൂടിയാണ് SITയിൽ നിന്ന് ലഭിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള മൊഴി തന്ത്രിമാരുടെ തന്നെയാണ്. കാരണം ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏറ്റവും അധികം ബന്ധമുണ്ടായിരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് തന്ത്രി കുടുംബമാണ്. അല്ലെങ്കിൽ തന്ത്രി കുടുംബവുമായുള്ള ബന്ധം മറയാക്കിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരം ഇടപാടുകളൊക്കെ നടത്തിയതും ശബരിമലയിൽ കയറി അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിച്ചതും എന്നുള്ളതാണ് നേരത്തെ തന്നെ SITക്ക് ലഭിച്ചിരുന്നൊരു വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രി കണ്ഠരര് രാജീവരെയും തന്ത്രി കണ്ഠരര് മോഹനരെയും ഇത്തരത്തിൽ മൊഴിയെടുത്തിരിക്കുന്നത്. ആ മൊഴിക്കകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വർഷങ്ങളായി അറിയാം, അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കീഴ്ശാന്തി എന്നുള്ള നിലയിൽ ബംഗളൂരുവിൽ നിന്നുള്ള ഒന്നാണ് പരിചയം തുടങ്ങുന്നതെന്ന് തന്ത്രി രാജീവ് കണ്ഠരര് പറയുന്നു. ആ പരിചയം വളരുന്നു. അത് പിന്നീട് ശബരിമലയിൽ സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്ന സമയത്ത് ആ പരിചയം കുറച്ചുകൂടി ദൃഢമാകുന്നു എന്നുള്ളതാണ് തന്ത്രിയുടെ മൊഴിയായി പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ ഈ പാളികൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊണ്ടുപോകുന്നതിൽ തന്ത്രിയുടെ അനുമതി ആവശ്യമാണ്. ആ തന്ത്രിയുടെ അനുമതിയും അതേസമയം തന്നെ തന്ത്രി സാക്ഷി എന്നുള്ള നിലയിൽ ഒപ്പിടുകയും വേണം. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു ഒരു അനുമതി താൻ നൽകിയത്. അതിന് ദൈവഹിതം നോക്കിയാണ് അനുമതി നൽകിയത്, അനുജ്ഞ വാങ്ങിയാണ് അനുമതി നൽകിയത്. പക്ഷേ ആ അനുമതി നൽകിയത് ഈ അറ്റകുറ്റപ്പണി സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തണം എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് അനുമതി നൽകിയത്. ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യം തങ്ങൾക്കറിയില്ലായിരുന്നു, തങ്ങൾ അത് അറിഞ്ഞിട്ടില്ല, തങ്ങൾ അതിന് അനുമതി നൽകിയിട്ടുമില്ല. സാധാരണഗതിയിൽ ഈ പാളികൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഉരുപ്പടികൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിനോ അല്ലെങ്കിൽ വീണ്ടും സ്വർണം പൂശുന്നതിനോ ഒക്കെ തന്നെ അനുമതി നൽകുന്നത് ഈ സന്നിധാനത്ത് വെച്ച് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പുറത്തേക്ക് സാധാരണ കൊണ്ടുപോകാറില്ല. അതുകൊണ്ടാണ് അതിന് അനുമതി നൽകിയത്. പക്ഷേ ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമെന്നും സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഇതിന്റെ സ്വർണം പൂശലടക്കമുള്ള പരിപാടികൾ നടക്കുന്നതെന്നുമുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് തന്ത്രി നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി എന്ന് പറയുന്നത്. ഇത് ശരിയാണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ SIT പരിശോധിക്കുന്നത്. കാരണം തന്ത്രി കുടുംബവുമായി വളരെ അടുത്ത ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ എല്ലാ വിവരങ്ങളും നേരത്തെ ഈ കേരളത്തിന് പുറത്തു പോയി പൂജ അടക്കം ചെയ്ത തന്ത്രി കുടുംബത്തിലെ ആളുകളുടെ വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ SITയുടെ പക്കലുണ്ട്. അത് വെച്ചായിരിക്കും ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തുക. ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കാൻ തന്നെയാണ് SITയുടെ നീക്കം. അരുൺ, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. TV പ്രസാദ് കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്.